ഗൈസ് വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്ന് ഇപ്പോൾ നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുക ഗൈസ്. വെറുതെ ഇരിക്കുമ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും പിന്നെന്തിനാ ഈ വീഡിയോ ചെയ്യണത്. അത് ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്താ അറിയോ, നമ്മൾ ഇന്ന് വീട്ടിലേക്ക് ഇറങ്ങില്ല. അതാണ് നമ്മുടെ ഇന്നത്തെ ചലഞ്ചിൻ്റെ പ്രത്യേകത. ഓക്കെ, അപ്പോൾ അധികം വൈകണ്ട, നേരെ നമ്മുടെ ചലഞ്ചിലോട്ട് പോകാം. ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മൾ ഒരു ദിവസം നമ്മൾ ഈ വീട്ടിൽ കയറാൻ പോവുക. പക്ഷേ ആണെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഉണ്ടാവും ഇപ്പോൾ നമ്മൾ പോണത് ഒരു പെട്ടീൻ്റെ ഒക്കെ എടുക്കാമെന്ന്. പെട്ടീൻ്റെ ഒന്നും എടുക്കാനല്ല. നമ്മളിന്ന് നമ്മൾ ഇനി അഥവാ ദരിദ്രനായ നമുക്ക് എന്താ ഉണ്ടാവും അതേപോലെ ചെയ്യാൻ പോവുക. നമ്മൾ നാളെ നമ്മൾ ഇതിൻ്റെ ഒന്നും സാധനങ്ങളും എടുക്കാതെ വെറും ടൗസറും ഒരു കുഞ്ഞൊരു കുപ്പായം എടുത്തിട്ട് പോവുള്ളൂ. അപ്പോൾ അതാണ് നമ്മുടെ ചലഞ്ച്. പിന്നെ പൈസ ഒന്നുമില്ല, ഫുഡൊന്നും കഴിക്കില്ല. അപ്പോൾ തെരുവ് കണ്ട ഫുഡൊക്കെ കഴിക്കുള്ളൂ. അപ്പോൾ നമുക്ക് അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒക്കെ. അപ്പോൾ ഫസ്റ്റ് ഒരു ഫിൽസിനോട് ഗുഡ് ബൈ പറയട്ടെ. എന്താടാ എൻ്റെ അടുത്ത് വരട്? എടാ ഫിലിക്സ, ഞാൻ ചലഞ്ചിന് വേണ്ടി പോവുള്ളൂ. എൻ്റെ പൈസ ഒന്നും ഞാൻ എടുക്കൂല. ഇന്ന് ഞാൻ പോവും. എന്ത് പോകൽ, എന്ത് പോകലാണ്? ആഹാ, എന്തായാലും ഇന്നല്ല എപ്പോഴും പോയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്തായാലും ഓക്കെ ഗൈസ്. എനിക്ക് സന്തോഷമായി. അവന് സന്തോഷം ഉണ്ടാവും, പക്ഷേ എനിക്ക് സന്തോഷമായില്ല. നമ്മളപ്പോൾ നിങ്ങൾ വിചാരിക്കട്ടെ ഈ വണ്ടിയൊക്കെ എടുക്കുന്നത്. ഇത് ഒരു സത്യക്ക് തമ്മിലെടുക്കില്ല. പോവാൻ വരട്ടെ, നിൽക്ക്. ഞാൻ കുറച്ച് ദിവസത്തേക്ക് കുളിക്കാറില്ലല്ലോ, അതുകൊണ്ട് ഒരു വെള്ളത്തിലും ഒന്ന് ഇട്ടിട്ട് പോവാം. ഹായ്, നല്ല സുഖം. അപ്പോൾ നമ്മൾ മറ്റേ ഡ്രസ്സ് ഇട്ട് പോവാൻ ഗൈസ്. നമ്മുടെ മറ്റേ നമ്മൾ പറയാൻ വന്ന ഡ്രസ്സ് അതിട്ട് നമ്മൾ പോവാൻ ഗൈസ്. ഓക്കെ ഗൈസ്. എന്തായാലും ഈ ജേക്കൊന്നും ഒഴിഞ്ഞിട്ടില്ല. ഈ ജേക്കൊന്നും ഒഴിഞ്ഞിട്ടില്ലെന്ന് ഓൻ്റെ ചോദ്യം കണ്ടില്ല. ഈ ജേക്കൊന്ന് ഒഴിഞ്ഞു കിട്ടിയല്ലോന്ന് ഓന് സന്തോഷം ഗൈസ്. എനിക്കറിയാം. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഡ്രസ്സും ടൗസറും. നമ്മളങ്ങനെ ഇട്ട് കളഞ്ഞിട്ടുണ്ട്. നമ്മൾ തൊപ്പി നമ്മുടെ സാധനങ്ങളൊക്കെ നമ്മൾ ഇല്ലാതൊക്കെ. ഗ്ലാസ്സൊന്നും നമ്മൾ ഗ്ലാസ് ഒന്നും ഇടുന്നില്ല. നമ്മുടെ മുടി സ്റ്റൈലായ മുടിയാക്കട്ടെ നമ്മൾ. അല്ല, നമ്മുടെ സ്റ്റൈലായ അല്ലെങ്കിൽ വേണ്ട. നമ്മുടെ മുടിയില്ല, എന്താ പറയുക, കാട്ടാൻ പോകുന്നത്. നമ്മൾ മൊട്ടയ്ക്കാൻ പോവുക. അവിടെ നമുക്ക് ഒറിജിനലായിട്ട് മുടിയില്ല, അതുകൊണ്ട് നമ്മൾ മൊട്ടയ്ക്ക്. ഇനി ഫിലിച്ച് കാണാൻ ഇറങ്ങണം. അയ്യോ എടാ, എനിക്ക് തീരെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. മൊട്ടച്ചേക്ക് എടാ പോയോ പോ. എടാ മൊട്ടച്ചേക്ക് പടി മൊട്ടച്ചേക്കെന്ന് വിളിച്ച് ഓനിൻ്റെ കളിയൊക്കെ പടി പാലം വെള്ളത്തിലിട്ടി. അയ്യോ, വീണ്ടും ഇതിൽ വീണല്ലോ ഗൈസ്. എന്ത് കേട്ടേനെ ഗൈസ്. ഓനെന്നെ മൊട്ടച്ചേക്കെന്ന് വിളിച്ചിട്ട് കളിയാക്കാം ഗൈസ്. നമുക്കപ്പോൾ നേരെ പോവാൻ ഗൈസ്. ഓക്കെ, ഇനി നമ്മുടെ ഈ വീടിനോട് ഗുഡ് ബൈ പറയുന്നു ഗൈസ്. അപ്പോൾ അവിടെ തെണ്ടൽ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഒറിജിനലായിട്ട് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ കൂടി അങ്ങോട്ട് കച്ചിട്ട് അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. അപ്പോൾ നേരെ പോവാം. ലെറ്റ്സ് ഗോ. ഓ ഗൈസ്, ഇവന്മാരൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. എന്തെങ്കിലും പൈസ തരണ്ടേ? ഇത് നമുക്ക് ചോദിച്ചോക്കാം. അല്ല, തടിയമ്പയ്യൻ്റെ അപ്പൂപ്പൻ. അയ്യോ, നമ്മൾ മൂഞ്ചിപ്പോയി. ആരാടുന്നിട്ട് തടിയമ്പയ്യ അതിൻ്റെ ഒറ്റ നിങ്ങൾ വെച്ചോ മൊട്ട. എനിക്ക് ചിരി വരണ്ട്. മുമ്പെന്ന് മാറടാ മൊട്ട. അതല്ല ഞാൻ പറയാൻ വന്നത്. നീ ഒന്നും പറയണ്ട. നീ ആരാണ് പിച്ചക്കാരൻ? പിച്ച ഞാൻ തരാം. തരുമോ? എത്ര ഉറുപ്പ്യ? 5 ഉറുപ്പ്യ. ഞാൻ ചേച്ചി ഒരു 100 ഉറുപ്പ്യ 200 ഉറുപ്പ്യ. പിന്നെ ഞാനെൻ്റെ മോന് പോലും അത്ര രൂപ കൊടുക്കാറില്ല. എന്നിട്ട് എന്തുവാടോ തനിക്കൊക്കെ? എന്താ തനി
ബൊട്ട് എടാ ബൊട്ട് നീ ആരുടെ ബൊട്ട് ഹായ് നമ്മളെ ബൊട്ടേന്നൊക്കെ വിളിച്ച് കളിയൊക്കെ ഗൈസ് ഹായ് പൊറ്റു എങ്ങനെ നിൽക്കാന്നാവോ ഗൈസ് അങ്ങനെ നമ്മള് പോയി ഒരു ദിവസം കഴിഞ്ഞു ഗൈസ് ഇത്ര നേരം നമ്മൾ ഇവിടെ ഇനി അങ്ങനെ നമ്മുടെ വീട്ടിൽ കയറാം ഗൈസ് എന്തൊക്കെയാ ഫിലിസ് ചെയ്ത് വെച്ചിരിക്കുന്നു അവൻ്റെ അമ്മൂമ്മയുടെ ഒരു സ്കെയർ ടീച്ചർ അതിൻ്റെ ബാഗിൽ സോംബി എന്തൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നു ഗൈസ് സുഖല്ലേടാ ചേക്ക് എങ്ങനെയുണ്ട് ഇതൊക്കെ അടിപൊളിയല്ലേ അതല്ല ഞാൻ പോയിട്ടാ ഓവന്നിട്ട് അത് പറഞ്ഞിട്ട് അവൻ്റെ ഒരു അമ്മൂമ്മയുടെ ഒരു സാധനങ്ങൾ എന്ത് കോട്ടാനാ കൊടുക്കാക്കി തോന്നുന്നുണ്ട് അവൻ്റെ കാരണ കുത്തിക്കുന്നു അവിടെ ഫിലിപ്സ് ചെയ്തിട്ട് എടാ കുറച്ച് മുന്നേ പോയപ്പോ ഇത് എന്റെ വീടായില്ലേ അവന്റെ വീട് പോടാ ഇത് നമ്മുടെ വീടാണ് ആടാ എന്റെ വീട് പറഞ്ഞു കൊണ്ടുതരാ അടിക്കാൻ പറ്റുന്നുണ്ടോ അയ്യോ സമാധാനപ്പെട്ടത് നമുക്ക് ഇതിനൊക്കെ ഒരു വിഷയം ഉണ്ടാക്കാം നീ എന്താണ് ഇങ്ങനെ പറയണേ നമുക്ക് ഇതിനൊരു വിഷയം ഉണ്ടാക്കാം നിനക്ക് ഒറ്റ ഒന്നങ്ങോട്ട് തരടോ അയ്യോ സോറിയുടെ ഏട്ടനല്ലേടാ ഞാനല്ലെങ്കിലും എന്നിട്ട് ചിത്രമൊക്കെ നീ ഇങ്ങോട്ട് വെച്ചിക്കല്ലേ ഞാനുണ്ടോ ഇന്ന് കളയടാക്കാൻ്റെ ഫോണ് കളയുന്നു ഇന്ന് പിടിച്ചോ ഫിലിച്ചേ അയ്യോ സോറിയടാ പക്ഷേ ഈ പൊട്ടത്തലേക്ക് ഇഷ്ടായിട്ടോ പൊട്ടത്തല ഞങ്ങളെ കൊന്നു കളഞ്ഞടാ എന്നാ പിടിച്ചോ ഞാൻ സ്നൈപ്പർ എടുത്തിട്ട് ഒറ്റ വീട്ടിൽ കൊടുത്തിട്ടുണ്ട് അവൻ്റെ അമ്മൂമ്മയുടെ ഒരു സ്കെയറി ടീച്ചർ ഒറ്റ ഒന്നങ്ങോട്ട് വെച്ച അവൻ്റെ ചെറിയും പല്ലളകും അവൻ്റെ അമ്മൂമ്മയുടെ ഒരു സ്കെയറി ടീച്ചറും ഉണ്ട് ഓനുണ്ട് അയ്യോ എന്തിനാണ് ഇങ്ങനെ ചെയ്തു അവൻ്റെ അമ്മൂമ്മക്ക് അവൻ്റെ ഒട്ടിച്ച് വീട്ടത്ത് പുറത്തൊക്കെ തോന്നുന്നുണ്ട് അയ്യോ സോറിയടാ അവൻ്റെ അമ്മൂമ്മയുടെ സ്കെയറി ടീച്ചറിന് മോശത്തൊക്കെ ഇങ്ങനെ ചെയ്താ കൊന്നാളെ ആനിയാനാ പോലും നോക്കൂല പിന്നെ എൻ്റെ ഒടുക്കത്തെ ജാടൊന്നും പോളാ നമുക്ക് ദേഷ്യം നിയന്ത്രിക്കണം ഓൻ്റെ ഒരു ദേഷ്യന്നാലും കണ്ടില്ലേ എന്തായാലും നമുക്കല്ലേ പണി കിട്ടി ഇങ്ങനത്തെ ഒരു പുഞ്ഞാരൊരു ഉണ്ടായത് നമുക്കല്ലേ പണി കിട്ടി അല്ല ഓന് ഒരു പണിയും കിട്ടിയിട്ടില്ല ഓന് സന്തോഷം മാത്രമേ ഉള്ളൂ ഗൈസ് പ്രത്യേകിച്ച് നമ്മുടെ അല്ലേ കളിയാക്കലും നമ്മുടെ മുട്ടത്തലയും കൂടിയും കണ്ടിട്ട് ഓന് പ്രത്യേകിച്ച് സന്തോഷമുള്ളൂ ഗൈസ് നമുക്ക് എന്തായാലും നമ്മുടെ തൊപ്പി വെച്ചിട്ടുണ്ട് ഗൈസ് എന്തായാലും ഓക്കെ ഷിൻചാനൊക്കെ കണ്ട് ഷിൻചാൻ സന്തോഷിക്കും ഇങ്ങനെ പറയും ഞാൻ പൈസക്കാരനായി അടിപൊളി അങ്ങനെ പറയും ഗൈസ് നമുക്ക് ഷിൻചാൻ്റെ സൗണ്ട് കറക്റ്റായി കിട്ടുന്നുണ്ട് ഗൈസ് അതാ പ്രശ്നം ഇനി ആ ഷിൻചാൻ വന്നാൽ പിന്നെ ഞാൻ എന്ത് കാട്ടുന്നാവോ അങ്ങനെ ആ കള്ള ഷിൻചാൻ വന്നിട്ടുണ്ട് കേട്ടോ അണ്ണനോട് എന്നെ സന്തോഷിപ്പിക്കാൻ വെച്ചത് പിന്നെ ആരുടെ അണ്ണനെ പെണ്ണാണ് എൻ്റെ ടീച്ചർ നിനക്കറിയില്ല ഫിലിപ്സിന്റെ പെണ്ണല്ലേ ആ ടീച്ചർ ടീച്ചർ എന്താണ് ഫിലിപ്സിന്റെ പെണ്ണ പിന്നെ ഫിലിപ്സിന്റെ പെണ്ണ പിന്നെ ആരുടെ പെണ്ണ എന്തായാലും ഫിലിപ്സിന് വേണ്ടി ഇത്ര ത്യാഗം ചെയ്ത് എൻ്റെ അമ്മൂമ്മയുടെ ഒരു ത്യാഗം ഒന്ന് പോടങ്ങോട്ട് ചേർക്കുക ഒറ്റ ഒന്നങ്ങോട്ട് കൊച്ചു പ്രായത്തിന് ഇങ്ങനെ പറയാ എൻ്റെ ഏട്ടനും നല്ല ഏട്ടനാ ഫിലിപ്സ് കിട്ടിയത് ഇനി വേണോ എന്തിനാ കിട്ടി അത് ഒരു വലിയ കഥയാടാ സംസാരിച്ച് നിൽക്കേണ്ട കഥയല്ലേ അവൻ്റെ അമ്മൂമ്മയുടെ സംസാരിച്ച് തീർക്കണ കഥ എന്താണ് ഇങ്ങനെ ചെയ്യുമല്ലേ സംസാരിച്ച് തീർക്കണ കഥയിലാണ് നീ വെറുതെ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ പോവാ അവൻ്റെ അമ്മൂമ്മയുടെ സംസാരിച്ച് തീർക്കണ കഥ
നിയന്ത്രിക്കാൻ പറ്റില്ല. എൻ്റെ അനിയന് പോലും ഞാൻ നോക്കാതെ ഇങ്ങനെ ചെയ്യണം. പക്ഷേ എനിക്ക് ഫിലിച്ചിനിപ്പോൾ കൊല്ലാണെന്ന് വെച്ചിട്ടുണ്ട്. എടാ നീ ഇങ്ങനെ ചെയ്യലടാ, സംസാരിച്ച് തീർക്കാനുള്ള വിഷയമാണിത്. നീ അതിന് ഇങ്ങനെ ചെയ്യലട്ടോ. ഞാനതല്ല പോയി ഓണക്കാണ്ടി ആരാടാ ഞാൻ ദേഷ്യം കൺട്രോൾ ചെയ്തുകൊണ്ടാണ് അങ്ങനെ, അല്ലെങ്കിൽ ഞാൻ കൊന്നു കഴിഞ്ഞില്ലെന്ന്. എന്തെങ്കിലും ഗായ്സ് അങ്ങനെ നമ്മൾ കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ എന്താണ് നമ്മുടെ വീഡിയോ തന്നെ ടി വിയിലിട്ടിട്ട് കാണുക ഗൈസ്. പക്ഷെ ഈ ഫിലിച്ചിന്റെ പക അതങ്ങനെ തരൂല. പിന്നെ അത് വിടാ പോടാ, എന്ത് കഷ്ടാണ്. അല്ലാന്ന് ഗൈസ്, ഇപ്പോൾ നമ്മളെന്തായാലും നമ്മുടെ വീട് നമ്മൾ ടി വിയിലിട്ടിട്ട് തന്നെ കാണുക ഗൈസ്. നമ്മുടെ അല്ല ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇന്നലത്തെ വീഡിയോ ഗൈസ്. അതൊക്കെ അത്ര ഉള്ളു ഗൈസ്. ഇന്നലത്തെ അല്ല, കഴിഞ്ഞ വട്ടത്തെ. ഇന്നലെ നമ്മുടെ ലൈവൊക്കെ അല്ലേ, അതുകൊണ്ട് കഴിഞ്ഞ വട്ടത്തെയാണ് വീഡിയോ ഗൈസ്. ഓക്കെ, അപ്പോൾ ഓക്കെ, നമുക്ക് ഇതങ്ങോട്ട് കണ്ട് രസിച്ചിരിക്കാം ഗൈസ്. അതൊക്കെ അത്രേ ഉള്ളൂ. പിന്നെ വീഡിയോ തന്നെ. എൻ്റെ കാർട്ടൂണിൻ്റെ അത്ര രസമൊന്നുമില്ല. പിന്നെ എൻ്റെ ഉണക്ക കാർട്ടൂണ് എന്നും അതന്നെ വെച്ച് കാണുള്ളൂ. അത് ശരിയാണ്, എന്നാ ശരിയാണോ? അതന്നെ ശരിയാണല്ലോ. അല്ലാന്ന് ഗൈസ്, വെയിറ്റ് എ മിനിറ്റ്. ഇതൊന്നും ആരോ കുളിബെല്ല് അടിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പം നമുക്ക് ചെന്ന് നോക്കണ്ടേ, അല്ലാതെ ശരിയാവില്ലല്ലോ. ഇവിടെ നോക്കുമ്പോൾ തന്നെ മോശമാണ്. ഓരോക്കെ എൻ്റെ കളിയാക്കുണ്ടാവും ഇനി നമ്മൾ ചെന്ന. അതാ പ്രശ്നം. ശരിയാണ്, ഇതിന് കളിയാക്കൂല, ഇതിൻ്റെ പിക്ചർ വെച്ചതിന് കളിയാക്കൂല. പിന്നെ അതിനും കളിയൊക്കെ ചെയ്യട്ടോ. വെയിറ്റ് മിനിറ്റ്, ഇവിടെ ഓരോ വന്നിട്ടുണ്ടല്ലോ. കൂടെ ഒരു പോലീസുകാരന് ലക്ഷറി വണ്ടിയൊക്കെയാണല്ലോ. നമ്മൾ പോലീസുകാരനോട് സംസാരിക്കാണ്ട് ഇയാളോട് സംസാരിക്കാം. അത് ചേട്ടാ, എന്താ താങ്കൾ പറഞ്ഞ്? നിങ്ങളെനിക്ക് വീട് 5000-ന് വിറ്റ് തരണം. 5000-ന് എനിക്കത് എൻ്റെ ഇവിടെ വിട്ടത് കൊന്നുകളയല്ലേ പോലീസ്. വേണ്ട, എന്നെ കൊന്നുകളയണ്ട. മര്യാദയ്ക്ക് അങ്ങനെ ചൂടാവല്ലോ. നീ ഈ വീട് എനിക്ക് തരുന്നു, ഞാൻ ഈ വീട് മേടിക്കണം, മനസ്സിലാടാ? എന്തായാലും ഓക്കെ, വണ്ടി എടുത്ത് പോട്ടെ. വണ്ടി ഒന്നും വേണ്ട, വണ്ടി ഒന്നും എടുത്ത് പോവല്ലേ, അടിച്ചു കൊല്ലും. മര്യാദക്ക് നീ അങ്ങനെ തന്നെ പോയാൽ മതി. ഗൈസ്, എന്ത് കഷ്ടാണ് ഗൈസ്. അവര് എന്നെ വീടിന്ന് പുറത്താക്കി. ഇതെന്തായാലും ഞാൻ മറക്കൂല. ഗുഡ് ബൈ ഷിൻചാനെ. ഗുഡ് ബൈ സ്കൈറി. ഷിൻചാന്റെ മുഖത്തിന് കഴിയണം. ഓക്കെ, ബാഡിന്റെ മുഖത്തിന് കഴിയണം. ഒക്കെ ഒന്നങ്ങോട്ട് വെച്ചരും, മനസ്സിലായോ? ഹൗസ് ഗുഡ് ബൈ. എൻ്റെ വീടിനോട് കുറെ കാലത്ത് പരിചയമുണ്ടായിരുന്നു. എന്തായാലും ഇനി വേറെ വഴിയില്ല, പോയേ പറ്റൂ. ഈ സങ്കടമുണ്ട്, പക്ഷേ വേറെ എന്ത് കാട്ടാനാ. കുറച്ചേരം വരെ നമ്മളെ വീട്ടിൽ നോക്കിയിരിക്കുക ഗൈസ്. വീട്ടിനോട് അങ്ങനെ ഗുഡ് ബൈ പറയാൻ നമുക്ക് തോന്നുന്നില്ല ഗൈസ്. ഒരു ചലഞ്ച് കേട്ട് പണി കിട്ടിയെന്നാ തോന്നണം ഗൈസ്. ഇവിടെയൊക്കെ പോലീസുകാരുണ്ടല്ലോ. ആരുടെ അവിടെ? ആരും. പണി പോളി ഗൈസ്. നമ്മുടെ ഒരു വീടിനിപ്പോൾ നോക്കാൻ പോലത്തെ അവസ്ഥ ഇല്ലല്ലോ ഗൈസ്. എന്ത് കാട്ടാനാ. നമ്മൾ ഒരു ചലഞ്ച് ചെയ്തിട്ട് പണി കിട്ടിയല്ലോ. എന്തായാലും ഓക്കെ, നമുക്ക് വഴി കിടക്കണ ആരുടെങ്കിലും വണ്ടിയൊക്കെ അടിച്ചു മാറ്റാം. നമ്മുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഫ്രാങ്ക്ലിൻ പോലെയേ താൽക്കാലത്തിന് ഇവിടെ ജീവിക്കുന്നുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിൽ നിന്ന് നമുക്ക് എന്തെല്ലാം ചെയ്യാം. എന്തായാലും ഓക്കെ.
ഗായ്സ് ഇപ്പോ അങ്ങനെ നമുക്കൊരു വണ്ടി അങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. നമുക്കിനി ഈ വണ്ടി കയറി പോവാം. നിങ്ങൾ ഈ വണ്ടി വേണ്ട, അതുകൊണ്ട് അമ്മൂമ്മയുടെ ഒരു വണ്ടി എന്നാ ഇത് കയറാം. അത് അപ്പോഴും പോയി ഇത് അതന്നെ ഇത് എന്നാ ഇതിൽ കയറും. വട്ടിയൊന്നും മാറ്റല്ലോ ഒറ്റ വെച്ചരും. അമ്മൂമ്മയുടെ ഒരു ഒറ്റ ഒന്ന് വെച്ചല് ഞാൻ ഇപ്പൊ തീർച്ചയായും. ഗായ്സ് നമുക്ക് വണ്ടി ഓടിക്കാനുള്ള പറ്റിയ പോലില്ല ഗായ്സ്. എന്ത് കാട്ടാനാ നമ്മള് എന്ത് കേട്ടത് നമുക്ക് വിധി ഇങ്ങനെ പോയി. അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കൂട്ടുകാരൻ വലിയൊരു ഫ്ലാറ്റിലാട്ടോ താമസിക്കുന്നത്. ഫ്രാങ്ക്ലിൻ തൽക്കാലത്തിന് ഇതിൻ്റെ മുമ്പിലുള്ള ഈ ഫ്ലാറ്റിലാ ഫ്രാങ്ക്ലിൻ താമസിക്കുന്നത്. അപ്പം നമുക്ക് നമ്മുടെ മച്ചാൻ്റെ അടുത്ത് ഇത് നോക്കാം, ചോദിച്ചു നോക്കാം. നമ്മളെ മച്ചാന് വല്ലതും ഹെൽപ്പ് ചെയ്തോന്ന് തരും. മച്ചാനെ ഫ്രാങ്ക്ലിന് എവിടെയാണത്? എത്ര കാലമാണ് കണ്ടിട്ട്. അല്ല അത് കഴിഞ്ഞിട്ടു എന്ത് കാര്യം? നീ എന്നോട് കുഞ്ഞൊരിതിലൊന്ന് ഹെൽപ്പ് ചെയ്ത് തരുമോ? ഞാൻ പോവാ, ഇവിടെ നിർത്താം. ഞാൻ വേണേ കൊണ്ടുപോയിക്കൊണ്ട്. പക്ഷേ എന്ത് കാര്യം ഹെൽപ്പ്? എൻ്റെ വീട്ടിൽ കുറേ ആൾക്കാർ വന്നിട്ടില്ലേ, എൻ്റെ വീട് തട്ടി പറിച്ചെടുക്കുക. അതിന് എന്നെ ഒന്ന് രക്ഷിച്ചേ. ആലോചിച്ചോടാ, രക്ഷിച്ചേരാം. നീ എൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ടാണ്. താങ്ക് യു. ഒന്ന് രക്ഷിച്ചിട്ടുണ്ടേ. ഞാൻ ഇവിടെ വെച്ചോളി. എന്തായാലും നീ പോയിക്കോ. താങ്ക് യു ഫ്രണ്ടിന്. നിങ്ങൾ പറഞ്ഞ നല്ല കുട്ടിയായിരുന്നോളൂ. വേണം വിളിച്ച ടീച്ചറോക്കിയോ എനിക്കത് വേണം നോക്കിക്കോ. അല്ലെങ്കിൽ നോക്കാം. എന്താ ഗായ്സ്, ഇങ്ങനെ ഭയം മറക്കാതിരുന്നൊന്നും ശരിയാവൂല. എന്നാലും നമുക്ക് പോവാം ഗായ്സ്. അങ്ങനെ ജേക്കൊക്കെ പോയിട്ട് നമ്മൾ വേണം നിൽക്കുക. ശരിയോ ഇതിൻ്റെ കഴിഞ്ഞ് വണ്ടി ഒരാൾക്ക് രണ്ടിന് കൊടുത്തിരിക്കുക. അതുകൊണ്ട് ഇപ്പം നമ്മൾക്ക് അവിടെ വണ്ടി എടുക്കാനോ ഇല്ല. തൽക്കാലത്തിന് ജേക്കിൻ്റെ വണ്ടി നമ്മൾ ചോദിച്ച് മേടിച്ചിട്ടുണ്ട്. ജേക്ക് നടന്ന് ജസ്റ്റ് ഒന്ന് പോയിട്ടുണ്ട്. അവിടെ ഫിലിപ്പ് കയറണ ഒരു മിനിറ്റ്. ജാക്കിന് എടുക്കുന്ന ഞാൻ കേട്ടോ. നീ ജാക്കിന്റെ ഫ്രണ്ടായി ഇത്ര കാലം നിൽക്കണേന് സമ്മതിക്കണം. ജേക്ക് നല്ല ആളാണല്ലോ. നീ അങ്ങനെ പറയുന്ന ജേക്കന് നല്ല ഓടി വെച്ചിരുന്നു. എന്തായാലും അത് വീട്. ഇതാ വീട്. ഇതാ വീട്. ഇവിടെ ആൾക്കാർ ഇവിടെ ഉണ്ടാവും. പോലീസുകാരുണ്ടായിരുന്നു. അവിടെ കാറുണ്ട്. പക്ഷേ ഒരു കടയില്ലല്ലോ. ഒരു ഗായ്സ് അങ്ങനെ കാത്തിരുന്ന് അവസാനം ഇവന്മാര് വന്നിട്ടാ. എന്താണോ എന്റെ കൂട്ടുകാരനെ വീട് എടുക്കണോ? പോലീസിനോടല്ല. എന്താടാ എന്റെ കൂട്ടുകാരനെ വീട് എടുക്കണോ? പൈസക്കാരാ. എന്റെ വീട് തന്നെ ഞാൻ 5000 ഉറുപ്പിക്കാണ് ആ വീട് മേടിച്ച്. ആ വീടിനെങ്കിൽ 12 ലക്ഷം ഉണ്ട്. 12 ലക്ഷം അല്ല, സോറി 12 കോടി. അത്രയൊന്നുമില്ല ആ വീടിന്. ആ വീട്ടില് ഓന് ജനിച്ചിട്ട് ഓന് 5 വയസ്സായപ്പോ മുതൽ ഈ വീട്ടിൽ ഓൻ നിൽക്കണ്. ഓനക്കിപ്പോ 22 വയസ്സായി. എന്നിട്ട് ഊരി ഈ വീട്ടിൽ വാങ്ങിട്ടു. അപ്പോഴൊന്നും ഈ ഫിലിച്ച് പറഞ്ഞ ചക്കനും ഷിച്ചാനൊന്നും ജനിച്ചിട്ടില്ല. ഫിലിച്ച് ജനിച്ചിട്ടാണ് ഷിച്ച ജനിച്ച്. ഫിലിച്ച് ജനിച്ചിട്ട് കുറേ കാലം കഴിഞ്ഞ ഷിഞ്ച ജനിച്ചു. ഫിലിച്ചിന് 18 വയസ്സായി. വെറും 1 മാസം മതി. ശരിയാ. അതാണ് കുടുംബ പ്രശ്നമൊക്കെ പറയാനൊക്കെ വേണ്ടെങ്കിൽ പോയിക്കോ. എന്നാ അടി അത് തടാ. പോലീസ് താടാടി എനിക്ക് വേണ്ട. എന്താടാ ഞാൻ ആചാര്യോ? ഞാൻ ലോസ് ആൻഡോസിലെ വലിയ ഗാങ്സ്റ്ററായിട്ട് പോലീസ് പൂലി
രഹസ്യമായിട്ട് നടക്കാൻ അനുവാദമില്ല. അയ്യോ എന്റെ സോറിനടിച്ച കിട്ടും എന്റെ കൈതടി. എന്റെ സോറിനടിക്കണോ? ഷിൻചാനെ ബോധം കെട്ടിട്ടു. ഷിൻചാന്റെ ബോധം തന്നെ ഗായ്സ് ബോധം വന്നപ്പോഴേക്കും മറ്റേ പോലീസുകാരെ നമ്മുടെ ഞാൻ പ്രതിരോധമല്ലോ അതിനെന്തോക്ക് പോലീസുകാരോട് അങ്ങനെയല്ല പെരുമാറുണ്ട്. എന്റെ അമ്മൂമ്മനെ പോലീസാവുള്ള ഗതി പോലും ഇല്ല. തനി ഗുണ്ടകളാണ്. അതുകൊണ്ടാണ് ഒരു സ്വയം ആളുടെ വീടെടുത്ത് നിന്നെ ഞാണ്ടല്ലോ. അങ്ങനെ അവസാനം അതും പോയിട്ടുണ്ട് ഗൈസ്. നമുക്ക് പോലീസുകാരെ ഇനി വരാതിരിക്കാനുള്ള ചീക്കോടിരിക്കാം. അങ്ങനെ നമ്മൾ അതങ്ങനെ അടിച്ചിട്ടുണ്ട് ഗൈസ്. എന്തായാലും അതങ്ങനെ പോയി അവസാനം. എന്ത് ഇത് കാട്ടാനാണ്. അങ്ങനെ അവസാനം അത് പോയില്ലേ. അവസാനം അത് പോയി. എന്ത് കാട്ടാനല്ലേ. നീയുടെ ഫിലിസോണൊക്കെ അത് ബുദ്ധിബോധം ഉണ്ടോ? നീ ജാക്കറ്റ് പോവാൻ തന്നെ താനെന്തിനാ വരണ്? ഞങ്ങളോട് നമ്മള് ആളിനെ അറിയാതെ ഇട്ട് പിടിക്കുന്നു. എടാ ഗൈസ് നമുക്ക് മാറ്റി അടിക്കാൻ പറഞ്ഞേ. എന്നാ പിടിച്ചോ എന്നാ പിടിച്ചോ എന്നാ പിടിച്ചോ എന്നാ പിടിച്ചോ എന്നാ പിടിച്ചോ. ഓഹോ നന്നായി. അപ്പോ എനിക്ക് ഇനി ഒരു പണിയും കൂടി ചെയ്തിട്ടുണ്ട്. ഇതാരും അറിയണ്ട. ഷിൻചാനെ നീയായിട്ട് പറയാനും നിൽക്കണ്ട. ഓക്കെ എന്നാ. അപ്പോൾ നമ്മളങ്ങനെ ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ജാക്കിന് വീട് തിരിച്ച് കിട്ടി ഗൈസ്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനലും കൂടി അങ്ങനെ കിടക്കാച്ചിയായിട്ട് അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു കിടക്കാച്ചി വീഡിയോ കാണാൻ എല്ലാവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ ഫോർ വാച്ചിങ്.